ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഫാമിലാണ്. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ട്രഫിലൊരു സംഭവം ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി ട്രഫിലിട്ടിട്ട് നമ്മൾ ഓണിയൻ ഷൂട്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. സോ എന്തായാലും അത് ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ കൊടുത്ത കുക്കർ മേടിക്കാൻ പിട്ടാപ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കർ മേടിക്കാൻ പോയി കുക്കർ തിരിച്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ അമ്മാമ്മ മേടിച്ചിട്ട് 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ കുക്കറിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒരു കോട്ടിങ് പോയ തരത്തിലുള്ള ഡോട്ടായിട്ടുള്ള ചെറിയ പ്രശ്നമായിരുന്നു. അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒന്ന് വാറണ്ടി ഉള്ളതുകൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് പിട്ടാപ്പള്ളിയിൽ പോയി കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഹോക്കിൻസാരെ വിളിച്ചിട്ട് വേണം അറിയണം. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്നെ നമ്പറൊക്കെ മേടിച്ച് വെച്ച് പോയി. ഞാൻ അമ്മാമ്മയ്ക്ക് സാധനം എടുത്തു കൊടുത്ത ആ ചേച്ചി മുമ്പ് മേടിച്ച സമയത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വന്നിങ്ങനെ അവർ മേടിച്ചു വെച്ചു, അവർ വിളിക്കാമെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ ആ പുള്ളിയടുത്തിനെ ഫോൺ വിളിച്ചു. നമ്പർ അന്നുണ്ടല്ലോ. അപ്പോൾ ആ പുള്ളിയടുത്തിൻ്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അടിച്ച് പറഞ്ഞു നാളെ എന്ന് വെച്ചാൽ ഇന്ന് 10 മണിയാകുമ്പോൾ വിളിക്ക്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് അമ്മമ്മ വിളിച്ചതിനപ്പോൾ പുള്ളിയടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ടെക്നീഷ്യൻ വന്ന് നോക്കി, ഇത് മാറ്റി തരാൻ പറ്റില്ല എന്നല്ല, കുഴപ്പമൊന്നുമില്ല, മാറ്റി തരണമെങ്കിൽ ഓഗസ്റ്റ് ആവും. കാരണം ഓഗസ്റ്റിലാണ് ഇനി ഇവർ ഗോഡൗണിൽ സാധനം എടുക്കുള്ളൂ. ഗോഡൗൺ അങ്കമാലിയിലാണ്, അവിടെ നിന്ന് സാധനം എടുക്കുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് ആവും, മാറ്റി തരാനൊന്നും പറ്റില്ല, അങ്ങനെ സീനാണ്, ഇത് നിങ്ങൾ വന്ന് എടുത്തോണ്ട് നോക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ പണി കഴിഞ്ഞ് വന്നതിനിപ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് പോയി നോക്കടാ, എന്താ നോക്കിയിട്ട് എടുത്തോണ്ട് പോകാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ പോയി കൊടുത്തത് വേറൊരു ചേച്ചിയുടെ കയ്യിലാണ്. അപ്പോൾ ആ ചേച്ചി കസ്റ്റമർ കെയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ ഡീൽ ചെയ്യുന്ന ചേച്ചി. അപ്പോൾ ആ ചേച്ചി അടുത്ത് ഞാൻ പോയി എന്തായാലും പോകാൻ പറഞ്ഞാൽ ഞാൻ പോയിട്ട് ആ ചേച്ചി പറഞ്ഞു നമ്പർ കിട്ടിയിട്ടില്ല, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിയടുത്ത് പെട്ടെന്ന് തന്നെ നമ്പർ ഒപ്പിച്ച് ഹോക്കിൻസാർ വിളിച്ച് അവർ വിളിച്ചതിനിപ്പോൾ അവർ പറഞ്ഞു അവിടെ ടെക്നീഷ്യനെ നാളെ അയക്കാം, നാളെ വൈകിട്ട് വരും, അപ്പോൾ ആളെ ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മമ്മനെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇനി അവർ വീണ്ടും ലാഗ് അടിപ്പിക്കാനായിരിക്കും, അങ്ങനെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ സാധനം എടുത്തുകൊണ്ട് പോന്നു. പക്ഷെ അവിടെ കസ്റ്റമർ കെയറിൽ ഉണ്ടായിരുന്ന ആ ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. ആള് കുറേ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോകണ്ട, ഞാൻ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് വേറെ കുക്കർ ഞാൻ വേണമെങ്കിൽ തരാം, വേറെ ബ്രാൻഡിൻ്റെ ഒരു കുക്കർ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ തരാം, തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പുതിയ കുക്കർ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നത് വരെ ഉപയോഗിക്കാനായിട്ട്. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, ഇനി അവർ വീണ്ടും ലാഗ് അടിക്കും. പക്ഷെ ഹോക്കിൻസാർ നല്ല രീതിയിൽ അവർ സംസാരിച്ച് അവർ പറഞ്ഞു നാളെ വൈകിട്ട് വന്നിട്ട് നോക്കാം. അവർക്ക് ഫോട്ടോ അയച്ചപ്പോൾ അവർക്ക് ക്ലിയർ ആയി മനസ്സിലായില്ല എന്താ സംഭവം. വന്ന് നോക്കാം, വന്ന് നോക്കിയതിന് ശേഷം പ്രശ്നമാണെങ്കിൽ നമ്മൾ റീപ്ലേസ് തരും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല, നിങ്ങൾ എന്ത് സാധനമായാലും കടയിൽ പോയി മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തെങ്കിലും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ സാധനം മാറ്റിക്കോ എടുക്കുക എന്തെങ്കിലും ചെയ്യണം. കാരണം അമ്മാമ്മ മേടിച്ച സമയത്ത് ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഫുള്ള് ചളിയായിട്ട് ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എടുത്തന്നാ ചേച്ചി പറഞ്ഞു ഇല്ല, അത് കഴുകി കഴിഞ്ഞാൽ പോകാവുന്ന ചെളി മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. പക്ഷെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ അമ്മമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇത്രയും 4 മാസം നീണ്ടുപോയത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ കടയിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞ് അത് മാറ്റിക്കുക. കാരണം നമ്മളാണ് പൈസ കൊടുക്കണം, അവരുടെ പൈസ അല്ല, നമ്മുടെ പൈസയാണ് പോകണേ. സോ അവരുടെ ഇത് അവർ എന്ത് വിചാരിക്കുന്നൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ സാധനം മേടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം തന്നെ മാറ്റുക. അല്ല വീട്ടിൽ ചെന്നിട്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം തോന്നിയെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയി സാധനം മാറ്റി മേടിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ സംസാരിച്ച കസ്റ്റമർ കെയറിൽ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി പറഞ്ഞു നീ ഒന്നെങ്കിൽ അപ്പം എന്നെ പറഞ്ഞ് മാറ്റിക്കണായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും മാറ്റി തന്നേനെന്ന് പറഞ്ഞു. അപ്പം അത് അവിടെ അമ്മമ്മയ്ക്ക് കൊടുത്ത ആ ഒരു ചേച്ചി ചെയ്തൊരു തെറ്റാണ്. ആളെ നമ്മളെ ഒരുമാതിരി പറ്റിക്കുന്ന രീതിയിലാണ് പരിപാടി ചെയ്തത്. ഇപ്പോൾ വിളിച്ചപ്പോഴായാലും ആ ഒരു പറ്റിക്കുന്ന പരിപാടി, കാരണം അവിടെ ടെക്നീഷ്യൻ ആരും വന്ന് നോക്കിയിട്ട് പോലും ഇല്ല സാധനം. എന്നിട്ട് ആൾ വിളിച്ച് പറഞ്ഞു ടെക്നീഷ്യൻ വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല, ഇപ്പം മാറ്റി തന്നെങ്കിൽ ഓഗസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ പെടാണ്ടിരിക്കുക, നിങ്ങൾ സൂക്ഷിച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ മാറ്റി മേടിക്കുക. വെറുതെ സീനിൽ പോയി പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, ഇത് പറഞ്ഞു വന്നപ്പോൾ വലിയൊരു കഥ പോലെ
ഒരു ഇതുപോലെ ആയപ്പോൾ ഒരു 5 മിനിറ്റ് സമയം എടുത്തു ഗൈസ്. സോറി ഗൈസ്. സോ വേറെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത്രയോളം നമ്മൾ ഇന്നത്തെ ഇവിടെ 4 വെടിപ്പിളി ബ്ലോഗ് ആയിരുന്നു. എല്ലാവർക്കും